വൈകിട്ട് ചായയും കുടിച്ചിരുന്നപ്പോൾ പ്രത്യേകിച്ചൊരു തോന്നൽ പോയൊന്ന് വണ്ടി കഴുകിയാലോ എന്ന്. പിന്നൊന്നും നോക്കിയില്ല, ഗ്ലാസ്സും എടുത്ത് വെച്ച് വണ്ടി എടുത്തത് കഴുകാൻ തുടങ്ങി. വണ്ടി വാങ്ങിക്കൊണ്ടുവന്നപ്പം കണ്ട ശുഷ്കാന്തിയൊന്നും ഇപ്പോൾ ഇല്ല. ഇതൊക്കെ വെറും ആരംഭശൂരത്വം, ഇതൊന്നും പിന്നീട് കാണില്ല എന്ന് പറഞ്ഞ കെട്ടിയോന്റെ വാക്കുകൾക്ക് സപ്പോർട്ടായിട്ടാണ് കേട്ടോ ഇപ്പം എൻ്റെ പെരുമാറ്റം. ഏതായാലും ചെറുപറ വെള്ളം ഒഴിച്ച് സോപ്പിട്ട് കഴുകി എടുത്തപ്പോഴത്തേക്കും വണ്ടി കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ആ മാറ്റും കൂടി കഴുകിയൊന്ന് ഉണങ്ങി കിട്ടിയാൽ സമാധാനമായി. കഴുകി കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടായി ചിലപ്പോൾ കുത്തി അപ്പുറത്തെ പറമ്പിലെത്തിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തടി തപ്പാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോയി അപ്പുറത്തേക്ക് വെച്ചിട്ട് വരാം. ഇന്നത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണോ എന്തോ തോന്നലുകളോട് തോന്നലുകളായിരുന്നു കേട്ടോ. വണ്ടി കൊണ്ടുപോയി സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത തോന്നലൊരു കറിവേപ്പില പറിച്ചിട്ട് വന്നാലോ എന്ന്. അങ്ങനെ പൊടിയും തട്ടി കുറ്റിയും പറിച്ചതാ 3 പേരും കൂടെ പോവുകയാണെ കറിവേപ്പില പറിക്കാൻ. കറിവേപ്പില പറിക്കാൻ ഇത്രയും പേരുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, നോട്ട് ദ പോയിന്റ്. ഇവന്റെ കളി കണ്ടാത്തൊന്നും കറിവേപ്പിലയല്ല സ്വർണ്ണമാണ് പറിക്കാൻ പോകുന്നതെന്ന്. എന്താണാവോ, വല്ലാത്ത ചിരിയായിരുന്നു. ഇന്നൊരു വെറൈറ്റിക്ക് തെക്ക് ഭാഗം വിട്ട് വടക്ക് ഭാഗം പിടിക്കാന്ന് ഓർത്തപ്പോഴത്തേക്കും വടക്ക് ഭാഗത്ത് ചെന്ന് നോക്കുമ്പം അങ്ങേ തുഞ്ചത്ത് കറിവേപ്പില. ഏണിയും തോട്ടിയതൊന്നും ഇല്ലാതെ പോയ ഞാൻ എങ്ങനെ കറിവേപ്പില പറിക്കാൻ? പിന്നെയും ഞാൻ നടന്നു പഴയ കറിവേപ്പിലയുടെ സ്ഥലത്തേക്ക്. ചെന്ന് ആങ്ങിയും തൂങ്ങിയും എല്ലാം ആ കറിവേപ്പിലയും പറിച്ച് അവിടുന്ന് പോകാൻ നേരത്ത് നമ്മുടെ കൃഷ്ണകിരീടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓണം ആയാലോ, അതുകൊണ്ട് തന്നെ പൂത്തല്ലേ പറ്റുള്ളൂ. പറമ്പിൽ കാടടിച്ച് നടത്തുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ചേട്ടാ പൂക്കളില്ല, പൈസ കൊടുത്ത് വാങ്ങാൻ പൈസയില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഓണം കഴിയുന്നവരെ കാടടിക്കല്ലേ. വീട്ടിൽ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മയുടെ ഒരു കോള്, വാ മോളെ ബിരിയാണി ഉണ്ട് കൊണ്ടുപോകാമെന്ന്. പിന്നെന്ത് ചെയ്യാനാ, കേട്ട പാതി കേൾക്കാത്ത പാതി തൊപ്പിയും വെച്ചിറങ്ങി കടയിലേക്ക്. ഇന്നെൻ്റെ കൂട്ടുകാരൻ ബുജിയും കൂടെ എൻ്റെ കൂട്ടിനുണ്ട്. അപ്പോൾ ബുജിയെയും കൂട്ടി നേരെ കടയിലേക്കുള്ള പ്രയാണത്തിലേക്ക്. പ്രതീക്ഷിക്കാതെ ഫോൺ കൈ കിട്ടിയോണ്ട് എന്തൊക്കെ പകർത്തണം എന്നറിയാതെ വിരൽ പിടിച്ച് നടക്കുകയായിരുന്നു ക്യാമറാമാൻ. അതുകൊണ്ട് തന്നെ കാടും പടലും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി മാത്രമല്ല ഒരു കൊട്ട മുട്ടയും തന്നിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി തുറന്നു നോക്കുകയാണേ. ഒന്നും പറയാനില്ല, നല്ല ചൂട് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. വൈകുന്നേരം നല്ലൊരു തണുത്ത മഴയുള്ള സമയം ആയതുകൊണ്ട് ഇതുപോലത്തെ ബിരിയാണിയും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. കറക്റ്റ് തലയെണ്ണി 3 പീസ് വെച്ചുകൊണ്ട് തന്നെ തികഞ്ഞു പോയില്ലേ എന്നെനിക്കൊരു സംശയം. എന്നാലും വേണ്ടില്ല, ബിരിയാണിയല്ലേ, അടിപൊളിയായിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ കഴിക്കണമല്ലോ. അതുകൊണ്ട് ഒരു കഷ്ണം വെച്ചു, അത് കഴിഞ്ഞ് മസാല വെച്ചു, അതിന് മുകളിൽ റൈസും ഇട്ട് കുറച്ച് ചള്ളാസും അതേപോലെ തന്നെ അച്ചാറും വിളമ്പിയപ്പം പ്ലേറ്റ് അങ്ങ് ലക്ഷറീസ് ആയേ. ജനറ്റിക്കലി കിട്ടതാണെന്നറിയില്ല, ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ആർത്തിയാണ് കേട്ടോ. മിളേച്ചം ആർത്തിയൊന്നുമല്ല കേട്ടോ, ഒരു കൊതി, അത്രേ ഉള്ളൂ. 4 അല്ല 6 നേരം ബിരിയാണി തന്നാലും വളരെ സന്തോഷപൂർവ്വം വാങ്ങുന്ന എന്നെ കണ്ട് അമ്മ ബിരിയാണി എങ്ങനെ തരാതിരിക്കുന്ന ഓർത്താണോ തന്നതെന്നറിയില്ല. ഏതായാലും നനഞ്ഞൊരു സന്ധ്യ നേരത്ത് നല്ല ചൂട് ബിരിയാണി കഴിക്കുന്നത് വേറെ തന്നെ ഒരു വൈബാണല്ലേ. കൂടെ കമ്പനി തരാൻ ഇരുന്നാൾക്ക് ബിരിയാണി ഇഷ്ടമേ അല്ലാത്തത് കൊണ്ട് തന്നെ അഭിപ്രായം ആരായാൻ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ മുഖത്ത് ഓടി മറിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് ബിരിയാണി തീറ്റിയ ആളുടെ ആദ്യത്തെ നോട്ടം കണ്ടോ, ഇങ്ങനെയാണ്, വേറൊന്നുമല്ല, ഒരു നാരങ്ങ കിട്ടിയപ്പം വല്ലാത്തൊരു മ്ലേച്ഛഭാവമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.